ഹായ് കൂട്ടുകാരെ, ഇന്ന് എൻ്റെ പുതിയൊരു ചാനലിൻ്റെ പുതിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ നിലവിൽ ഗൾഫിലാണ്. ഗൾഫിൽ കുവൈറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ എൻ്റെ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളും അതേപോലെ പല പല കണ്ടൻറ്റൊക്കെയാണ് നമ്മൾ ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത് വീഡിയോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇന്നൊരു ഡേ 1 വീഡിയോ ആണ്. ഫസ്റ്റ് അലാറം അടിച്ചു, അലാറം ഓഫ് ചെയ്തു. അപ്പോൾ നമ്മൾ ജസ്റ്റ് എണ്ണീച്ചു. അപ്പോൾ എണ്ണീച്ച് കഴിഞ്ഞുള്ള മോഹഭാവമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഏകദേശം 6 മണിക്കൂറാണ് ഇന്നലെ ഉറങ്ങിയത്. പിന്നെ എന്തായാലും പല്ല് തേച്ച് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഇന്നത്തെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെടുവാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇതിനു മുമ്പ് നമുക്കൊരു ചാനലുണ്ടായിരുന്നു, ഷിക്കൂസ് ടിപ്സ് എന്ന് പറഞ്ഞ ചില കാരണങ്ങൾ കാരണം അത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇത് നമ്മൾ പുതിയൊരു ചാനലാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ടു. ഇനിയിപ്പം സേഫ്റ്റി ഷൂ ഇട്ടിട്ട് നേരെ പുറത്തിറങ്ങി ഒരു ചായയും ഒരു സാൻഡ്വിച്ചും കുടിക്കണം. എന്തായാലും നമുക്ക് താഴോട്ട് ഇറങ്ങാം. അപ്പോൾ കുവൈറ്റിലെ വിശേഷങ്ങളൊക്കെ കാണാനും അറിയാനും വേണ്ടി നമ്മളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും കുറ്റമോ കുറവോ ഒക്കെ കാണുവാണെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഡോറ് തുറന്ന് നമ്മൾ നേരെ നമ്മളൊരു കമ്പനിയുടെ ക്യാമ്പിലാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ലിഫ്റ്റ് തുറന്ന് താഴോട്ട് പോവാണ്. ഫിന്ദാസ് എന്ന് പറയുന്ന സ്ഥലമാണ് കുവൈറ്റിൽ. ലിഫ്റ്റ് വന്ന ശേഷം താഴത്തെ കുറേ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മൾ ഡെയിലി റൊട്ടേറ്റാണ് കാണിക്കുക. അപ്പോൾ ഏകദേശം 2 ആഴ്ച സെയിം ടൈമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കമ്പനി ഡ്രസ്സ്. അപ്പോൾ നമ്മൾ നേരെ സീറോ അമർത്തിയിരിക്കുകയാണ്. സീറോ നേരെ താഴോട്ട് പോകുന്നു. ഓക്കെ, കണ്ണാടി കണ്ടു. അപ്പോൾ ഏകദേശം ഒരു 9 വർഷത്തോളം ഞാനിപ്പോൾ നിലവിൽ ഗൾഫിലാണ്. അതിൽ 1 വർഷം കൊറോണയായിട്ട് നാട്ടിലായിരുന്നു. ഇതാണ് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ താഴത്തെ ഭാഗം. ഓക്കെ, ഈ ഏരിയയിലാണ് താമസിക്കുന്നത്. എല്ലാം അജഗടാന്തരം ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഞാൻ താമസിക്കുന്ന ബിൽഡിങ്, കമ്പനിയുടെ ബിൽഡിങ്ങാണ്. ഓക്കെ, അപ്പോൾ നേരെ താഴോട്ട് ഇപ്പോൾ ചെറുതായിട്ട് ഇവിടെ തണുപ്പ് സമയം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത്യാവശ്യം നല്ല ബിൽഡിങ് മാത്രമുള്ളൊരു ഏരിയ ആണ് കേട്ടോ. ഫിന്ദാസ് എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ നേരെ നമുക്ക് ചായ കുടിക്കുന്ന സ്ഥലത്തോട്ട് പോകാം. അപ്പോൾ ഇവിടുത്തെ 500 ഉത്സവമാണിത്. 500 ഉത്സവം എന്ന് പറയുമ്പോൾ നാട്ടിൽ ഏകദേശം ഒരു 285 രൂപയാണ് ഒരു കേടി. അപ്പോൾ ഒരു കേടിയുടെ നേരെ പാതി 500 ഉത്സവമാണിത്. ഓക്കെ, അപ്പോൾ നേരെ നമ്മൾ ഫിന്ദാസിലൊരു ചായ കുടിക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഏകദേശം നമുക്ക് കണ്ടല്ലോ 5 മണിക്കാണ് അലാറം അടിച്ചത്. ഇപ്പോൾ ഏകദേശം ഒരു 5:45 ഇപ്പോൾ നേരെ ഇപ്പോൾ വണ്ടി ആൾക്കാരൊക്കെ ഇങ്ങനെ ജോലിക്ക് പോകാനുള്ള തിരക്കിനിടയിലാണ്. എന്തായാലും നമുക്കൊന്ന് പോവാം. തിരക്കുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ലെന്ന്. ഓക്കെ, ഏകദേശം 100 രൂപ, 130 രൂപ, 140 രൂപ റേഞ്ചാണ് നമ്മൾ രാവിലത്തെ ഭക്ഷണത്തിന് ഏകദേശം ചിലവാക്കുന്നത്. ഉണ്ടാക്കി കഴിക്കാനൊന്നും സമയം കിട്ടത്തില്ല, അതാണ്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു ചെറിയ ഹോട്ടലാണ്. അപ്പോൾ ഇവിടെ നേരെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ പൊറോട്ടയ്ക്ക് വേണമെങ്കിൽ പൊറോട്ട പെട്ടെന്ന് കഴിച്ച് എന്തായാലും പോകാനുള്ളതായിരിക്കും നമ്മൾ മാക്സിമം ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും പൊറോട്ടയുടെ റോള് പറഞ്ഞിട്ടുണ്ട്, നോക്കാം. അപ്പോൾ പാസ്ത കാര്യങ്ങൾ ഇതെല്ലാം എനിക്കൊന്ന് ഇവർ രാത്രി തന്നെ ഉണ്ടാക്കുന്നതാണ്. പരിപ്പ് കറി, മുട്ട ഇങ്ങനെ പുഴുങ്ങി എല്ലാ കടയിലും കിട്ടും. അപ്പോൾ നമ്മളെന്തായാലും ഒരു പൊറോട്ടയിൽ റോള് മേടിച്ചിട്ടുണ്ട്. കണ്ടോ, പൂച്ചയൊക്കെ ഉണ്ടോ? ഞാൻ കഴിക്കുമ്പോൾ എന്നും വരും പുള്ളി. അപ്പോൾ ഇത് ഇങ്ങനത്തെ കപ്പിലാണ് ഇവിടെ ചായ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പൂച്ചയ്ക്ക് എന്തെങ്കിലും കൊടുക്കാം കുറച്ച് കഴിഞ്ഞിട്ട്. നോക്കിയിരിക്കുന്നുണ്ട് എന്ന്. ഏകദേശം ഞാൻ ഈ വരുന്ന സമയമാകുമ്പോൾ പക്ഷേ 2 ആഴ്ച എനിക്ക് ടൈമിലുള്ളൂ. 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഉച്ച തൊട്ട് രാത്രി വരെയാണ് ജോലി. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചിക്കനകത്തൊരു ചെറിയ പീസ് എടുത്തിട്ട് അവന് കൊടുക്കുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കഴിച്ചില്ല കേട്ടോ, മൈൻഡില്ലാതെ പോയി. എന്നിട്ട് പിന്നെ അപ്പുറത്തൂടെ വരും കേട്ടോ. ഭയങ്കര സ്നേഹമാണ്. എന്തായാലും നമുക്ക് നോക്കാം, നമുക്കൊന്ന് കഴിക്കാൻ പെട്ടെന്ന്. അപ്പോൾ അടുത്ത ഒന്നുകൂടെ കൊടുത്തപ്പോഴത്തേക്കും പുള്ളി കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ മോഹഭാഗമൊക്കെ ഉണ്ട്, തണുപ്പുണ്ട് അത്യാവശ്യം നല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ചായയും അതുവരെ കുടിച്ചിട്ട് പെട്ടെന്ന് പോകാം. അടുത്ത ബസ്സിനുള്ള സമയം നോക്കിയിട്ടില്ല. എന്തായാലും നോക്കാം, പെട്ടെന്ന് കഴിച്ചിട്ട്. രാവിലെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഇഡലി അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല, ഇഡലി സാമ്പാറൊന്നും. അപ്പോൾ നമ്മൾ നേരെ ബിൽഡിങ്ങിന് താഴെ വന്നിട്ടുണ്ട്. ബിൽഡിങ്ങിന് താഴെ വന്നപ്പോൾ ബസ്സിന് ഇതൊരു സമയമായിട്ടില്ല. അപ്പോൾ നമ്മൾ മറ്റേ ഫോണിൽ എന്തായാലും 10 മിനിറ്റ് റീൽസൊക്കെ, നാട്ടിലെ കാര്യങ്ങൾ റീൽസൊക്കെ കാണാം. ഓക്കെ, 5 മിനിറ്റിന് റീൽസ് കണ്ടതിന് ശേഷം നേരെ പോവാം. ഇവിടെ പെട്ടെന്നാണ് ടൈം പോകുന്നത്, കാരണം നമുക്ക് വേറെ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്നെങ്കിൽ റീൽസ് കാണുക, അല്ലെങ്കിൽ യൂട്യൂബ് കാണുക, അതൊക്കെ തന്നെയാണ് മെയിൻ പരിപാടികൾ. ഓക്കെ, അപ്പോൾ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. നാട്ടിലെ ജീവിതം എന്തായാലും വളരെയായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും, പൈസ വേണ്ടേ. എന്തായാലും നമുക്ക് നോക്കാം. ഓരോ റീൽസൊക്കെ ഇങ്ങനെ കണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം ബസ്സിൽ കയറിയിട്ട് ഏറ്റവും ബാക്ക് സൈഡിലാണ് ഞാൻ ഇരിക്കുന്നത്. മാക്സിമം ഉള്ള ദിവസങ്ങളിലെല്ലാം ബാക്ക് സൈഡിൽ ഇരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഫ്രണ്ടിൽ അങ്ങനെ ഇരിക്കാറില്ല. എല്ലാ കാര്യത്തിലും നമ്മൾ ബാക്കിലോട്ടാണ്, ക്ലാസ്സിലാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ. അപ്പോൾ ഏകദേശം നമ്മൾ ബാക്കിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഒരു സല്യൂട്ടൊക്കെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ഏകദേശം നമ്മുടെ കമ്പനി ഉണ്ട്, ആ കാണുന്നതിനകത്താണ്
ഏകദേശം ഒരു ഡെസേർട്ട് ഏരിയ എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ആ ഒരു ടൈപ്പാണ്. വണ്ടിയൊക്കെ പോകുന്നുണ്ടോ. ഓക്കെ, എന്തായാലും നമുക്ക് പോകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുവൈറ്റിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ. എന്തായാലും പോട്ടെ. ഓക്കെ, ഈ കാണുന്ന സൈഡെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഓയിൽ, ഈ അടുത്ത സൈഡിൽ വേറെ റിഫൈനറി ഏരിയ ആണ്. ഇത് ഒരു നമ്മൾ എന്താ വെച്ചാൽ ഈ കമ്പനി കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ ആണ്. ഞാൻ നിങ്ങളെ വഴി കാണിച്ചു തരാം. ജസ്റ്റ് ഇങ്ങനത്തെ കാഴ്ചകൾ കണ്ടുപോവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തിട്ടുണ്ട്. ഇവിടെ ഒരു കാർഡ് ഇട്ടിട്ട് നമ്മൾ ഡോർ തുറക്കണം. ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പണി കഴിഞ്ഞ് ഏകദേശം 10-10.5 മണിക്കൂർ പണി കഴിഞ്ഞിട്ട് നമ്മൾ ജോലി കഴിഞ്ഞിട്ടുണ്ട്. ജോലി കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ വണ്ടിയെ കയറി. ആ കാഴ്ചകളൊന്നും ഉൾപ്പെടുത്തിയില്ല, കാരണം അതുകൊണ്ട് നമ്മൾ ലെങ്ത് കൂടിപ്പോവും. അപ്പോൾ നമ്മുടെ വീടിനടുത്ത് പിന്നെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഏകദേശം 10.5 മണിക്കൂറോളമായി രാവിലെ ഇറങ്ങിയിട്ട്. അപ്പോഴത്തെ ക്ലൈമറ്റും കണ്ടോ, നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ ഒരു ബീച്ച് സൈഡാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ പോലത്തെ ബീച്ചൊന്നും പറയാൻ പറ്റത്തില്ല, എന്നാലും ഒരു ബീച്ച് സൈഡ് ഏരിയ ആണ്. എന്നാലും നമുക്ക് വണ്ടികളൊക്കെ ഇട്ടേക്കുന്നുണ്ട്. ഇവിടെ വണ്ടികൾ ഭയങ്കര കൂടുതലാണ്, എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇതൊരു പ്രൈവറ്റ് ബീച്ച് ഏരിയ ആയിരുന്നു. ഇപ്പോൾ അത് പൊളിച്ചു അവർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഒരു റൗണ്ട് കയറി നേരെ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ അടുത്തോട്ട് ചെല്ലാം. എന്നിട്ട് നമുക്ക് നേരെ ഒന്നുകൂടെ ചായ കുടിച്ചതിന് ശേഷം റൂമിൽ പോവാം. ഒരു വൈകിട്ടത്തേക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യാൻ സത്യം പറഞ്ഞാൽ 10-12 മണിക്കൂർ നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ കുക്ക് ചെയ്യുന്ന ഇച്ചിരി പാടാണ്. അപ്പോൾ നമ്മൾ റൗണ്ട് കയറി. ഈ പപ്പാ ജോൺ എന്ന് പറയുന്നൊരു പിസ്സ ഉണ്ടാക്കുന്ന കടയാണ്. ഗൾഫിലെ കാഴ്ചകളുണ്ട്. അത്യാവശ്യം ക്ലൈമറ്റ് ചൂട് സമയത്ത് ഭയങ്കര പാടാണ്. ആ കാണുന്നതാണ് നമ്മുടെ ബിൽഡിങ്. മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ കച്ചവടമൊക്കെ ഇടുന്ന സിസ്റ്റം. ഇതേപോലെ വണ്ടി പാർക്കിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഈ വളവോട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ അവിടെ ചെല്ലുന്നതാണ്. ഇതൊരു ടയർ കടയാണ്. ടയറെന്ന് വെച്ചാൽ ടയർ വണ്ടി റിപ്പയർ. ഇത് മുടിവെട്ട് കടയാണ്. ഓക്കെ, ഇവിടെ എല്ലാം ഇതെല്ലാം ഒരു ക്യാമ്പുകൾ, ആൾക്കാർ താമസിക്കുന്ന സ്ഥലം, അങ്ങനത്തെ ഏരിയയാണ്. ഞാൻ ഇപ്പോൾ തിരിച്ചു വന്നപ്പോഴും ബാക്ക് സൈഡിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, വണ്ടി ഏകദേശം നിർത്താറായി. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ ചായ കുടിക്കുന്നിടത്തോട്ട് പോവാണ്. ഇത് വേറൊരു പൂച്ചയിപ്പുണ്ട് അവിടെ. ഓക്കെ, ഇട്ട ഡ്രസ്സൊന്നും നോക്കണ്ട, ഇതാണ്. അപ്പം ഇതെന്തോ പോക്കറ്റ് പോലത്തെ സാധനമുണ്ട്. എന്തൊക്കെയാണെന്ന് അറിഞ്ഞുകൂടാ. നമ്മുടെ നാട്ടിലെ പോലത്തെ അല്ല, ഇവിടെ വേറെ ടൈപ്പാണ്. അപ്പം ഞാൻ ചെറിയൊരു ഉള്ളിവട, ചെറുതെന്ന് പറയാൻ പാടില്ല, അജകടാൻ തന്നെ ഒരു ഉള്ളിവടയും ഒരു ഇതും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കഴിക്കുക, ചായ കുടിക്കുക. അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. ചില സമയത്ത് ഉച്ചയ്ക്ക് കഴിക്കത്തുള്ളൂ, ചില സമയത്ത് ടൈം കിട്ടിയില്ല, കഴിക്കാറില്ല. അപ്പോൾ നോക്കാം. എന്തായാലും അത് കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ റൂമിലോട്ട് പോകണം. അപ്പോൾ റൂമിലെത്തി ഇനിയും ഒരു കുളി കാര്യങ്ങൾ പാസ്സാക്കിയതിന് ശേഷം നമുക്ക് ഇന്നും പുറത്തുനിന്ന് എന്തെങ്കിലും മേടിക്കാൻ, കുക്ക് ചെയ്യാനുള്ളൊരു മൂഡില്ല. അപ്പോൾ നേരെ നമ്മൾ ലിഫ്റ്റിൽ കയറി താഴോട്ട് പോവാണ്. ഓക്കെ, ബിരിയാണി ഒരെണ്ണം മേടിച്ചു. അപ്പം നേരെ തുറന്ന് ചെരുപ്പ് ഇട്ടതിന് ശേഷം, ചെരുപ്പ് ഡോറിൽ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഡോർ അടഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ബിരിയാണീൻ്റെ കട കാര്യങ്ങളൊക്കെ പിന്നീട് കാണിക്കുക. അത് വേറെ ടൈപ്പിലൊരു കടയാണ്. അപ്പോൾ ഇങ്ങനൊരു ബോക്സിലാണ്. ഇവിടെ മിക്കതും ബോക്സിലൊക്കെയാണ് ബിരിയാണി വരുന്നത്, നമ്മുടെ നാട്ടിലെ ടൈപ്പൊന്നും അല്ല. നമുക്കൊരു പപ്പടമുണ്ട്. നാട്ടിലെ ചെറിയ അരിയുടെ ബിരിയാണിയാണ് മേടിച്ചത്. ഇതാണ് ഇവിടുത്തെ ഓഫർ കാര്യങ്ങളൊക്കെ കിട്ടുന്ന പേപ്പർ. ഒക്കെ അതിൽ നോക്കിയാണ് ആൾക്കാർ കൂടുതലും സാധനം മേടിക്കുന്നത്. കാശ് കൂടുതലുള്ളവർ നേരിട്ട് പോയിട്ട് എടുക്കും, ആ ഒരു ടൈപ്പ്. നമ്മളൊരു ലഡു കൂടെ മേടിച്ചു. എനിക്ക് എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മധുരം കഴിക്കണം, അപ്പോൾ ഒരു ലഡു കൂടെ മേടിച്ചിട്ടുണ്ട്. ഓക്കെ, സാലറി കിട്ടി കുറച്ച് ദിവസങ്ങളിലാണ് ഇങ്ങനത്തെ ലക്ഷറി. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുന്നതാണ് പതിവ്. ഓക്കെ, എന്തായാലും ഇത് ഇങ്ങനത്തെ ഒരു ബോക്സിലാണ് റാപ്പൊക്കെ ചെയ്താണ് പേപ്പർ കിട്ടുന്ന. ഒരു സ്പൂൺ, ഇവിടെ മിക്ക കടയിലും ഒരു ബിരിയാണി മേടിക്കുമ്പോൾ കൂടെ ഒരു സ്പൂണ്, ഒരു സലാഡ്, ഒരു പപ്പടം എല്ലാ കടയിലും കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇങ്ങനെ അച്ചാർ ഇട്ടിട്ടുണ്ട്. അച്ചാറല്ല, അതൊരു ചമ്മന്തിയാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ കഴിഞ്ഞു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നുണ്ട്. ടേക്ക് കെയർ, ബൈ, താങ്ക് യു.